ഇന്ന് ഞാൻ എന്റെ ഒരു ആഗ്രഹം ഇവിടെ സാധിക്കട്ടെ. കുറെ നാളായിട്ട് മനസ്സിൽ വിചാരിക്കുന്ന കാര്യമാണ് ഇപ്രാവശ്യമെങ്കിലും കൊടുങ്ങല്ലൂര് പഴനി കാണാൻ പോകണം. ഞാൻ അമ്മോട് ഇത് പറഞ്ഞപ്പോ അമ്മ ഇതുവരെ കണ്ടിട്ടില്ല, എന്റെ അമ്മാമ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാ പിന്നെ ഇവരും കൊണ്ട് പോവാന്ന് വിചാരിച്ചു. ആർത്തിയോട് പറയേണ്ട താമസിട്ട ആള് വേഗം കൂടെ പോകും. ഈ വരി കണ്ട നിങ്ങൾ, ഇത് തൊഴാനുള്ള വരി കേട്ടോ. ഇവരൊക്കെ ഇനി എപ്പോ തൊഴുതിറങ്ങാനാണോ? ഈ വെയിലത്തൊക്കെ നിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ നടക്കുമ്പോ കുറെ കോമരങ്ങൾ പോണ കാണാട്ടോ. കൂടെ പോണ ഒരു പാട്ടും പാടൂട്ടോ. അതാണ് ഭരണി പാട്ട് കേൾക്കുമ്പോ നമുക്ക് കുറച്ച് ഇതൊക്കെ തോന്നും, കാരണം അതുപോലെയാണ് ഈ പാട്ടിൽ പറയാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാല് ആ ഭക്തിയില് എടാ സത്യം അവിടെ നിന്നപ്പോ ഒരു പ്രത്യേക എനർജി ഉള്ള പോലെ എനിക്ക് തോന്നിട്ടോ. അകത്തേക്ക് കേറിപ്പോ തന്നെ അമ്മ പട്ടൊക്കെ മേടിച്ചു കൊണ്ടുവന്നുണ്ട്. ഇത് നമ്മളിത് ഇവിടെ വിരിക്കണം, പ്രാർത്ഥിച്ചിട്ടൊക്കെ വിരിച്ചാൽ മതി. അതിന്റെ മുകളിലേക്കാട്ട് ഈ കോമരങ്ങൾ വന്ന് നിൽക്കുക. ഇങ്ങനെ വരണേ കാവ് തീണ്ടല്ലെന്നാട്ട് പറയാ. ഇവിടുന്ന് കഴിഞ്ഞിട്ട് വലൊക്കെ വെച്ച് പോകും. ഇതൊക്കെ നോക്കി നിൽക്കണ നേരത്തിൽ അതുമ്മ കയറി നിന്നിട്ട് ഇതേ പഴം എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പഴം കിട്ടണില്ല. ആഗ്രഹിച്ച ഒരു കാര്യം വിജയിച്ചു കഴിഞ്ഞാൽ നടത്തിയിരിക്കും. കുറെ നേരം നിന്നിട്ട് അതിൽ നമുക്ക് ഒരു പഴം കിട്ടിയിട്ടുണ്ട്. അപ്പൊ കിട്ടിയ സന്തോഷല്ലേ. എല്ലാവരും തലേമ ഇങ്ങനെ വാളോണ്ട് അടിച്ചത് ഇങ്ങനെ ചോര വരുന്നുണ്ട്. ഇതൊക്കെ അടുത്ത് കാണുമ്പോ ചെറിയ പേടിയൊക്കെ വരും എനിക്ക്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ എന്റെ കുറെ നാളത്തെ ആഗ്രഹമാണ് ഇവിടെ സാധിച്ചത്. ഞാനിവിടെ നിൽക്കുന്നു. അല്ലിപ്പോ ഇത് മോഹൻലാല് 2 ദിവസം നല്ലപോലെ കോമരങ്ങൾ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ബാബുസ്വാമിനെ കണ്ടാട്ടോ. ബാബുസ്വാമി എന്റെ അടുത്ത് പറയുന്നേ വെറുതെ നിൽക്കാനായിട്ട് സമയം കിട്ടണില്ല. ഫുള്ള് യൂട്യൂബർമാരുടെ അടുത്ത്. എന്നാലും നമ്മുടെ ബാബുസ്വാമിയുടെ സമയം എവിടെ ചെന്നാലും എന്റെ അമ്മയ്ക്ക് കുപ്പിവള മസ്റ്റാണ്. വീട്ടിലിപ്പോ നമുക്ക് ഒരു ഹോൾസെയിൽ കട തുടങ്ങും. അതിനും മാത്രം എന്റെ അമ്മ വാരി കൂട്ടി. കൊടുങ്ങല്ലൂര് ഭരണിക്ക് പോയിട്ട് വരുമ്പോ ആൾക്കാർ ഏറ്റവും കൂടുതൽ മേടിച്ചുകൊണ്ടത് ഉണക്കമീനാട്ടോ. അതെനിക്ക് അവിടെ ഇപ്പൊ കിട്ടിയൊരു അറിവ്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് കൊടുങ്ങല്ലൂര് ഭരണി. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഫോളോ ചെയ്തോ. ബൈ ഫ്രം ഞാൻ തന്നെ.